Guys, welcome to my channel Dians unlimited. ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെസിപ്പിയാണ്. വേറെ ഒന്നല്ല, ഒരു കറിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കറിയിൽ എന്തിട്ട് ഇത്ര പ്രത്യേകതയുള്ളത്? അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യത്തെ പറയണ പോലെ കിട്ടിക്കാച്ച വീഡിയോ ആയിട്ടാണ് എത്തിക്കുന്നത്. അപ്പൊ ഈ കറി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമെന്ന കറിയാണ്. അപ്പൊ ഈ കറി എന്താ പറയാ, ഞാൻ ഈ കറിയെ കുറിച്ച് അറിയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡിന്റെ അമ്മച്ചിയാണ് ഇവിടെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അതായത് കുറെ ചൂട് ചോറിലേക്കില്ലേ ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ വേറെ ഒരു കറി വെക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബിന്റെ അപ്പുറത്താണ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കിഡിലൻ അല്ലെങ്കിൽ കിടക്കാച്ച വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തന്നായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, കറിനെ കുറിച്ചാണ്. അപ്പൊ കറി കുറെ നേരം പറയുന്ന കറി എന്ത് കറിയെന്നല്ല, ഉള്ളിക്കറി. അപ്പൊ ഉള്ളി ചിലർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. പക്ഷെ ഇഷ്ടപ്പെടാത്തവർ ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. കാരണം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് പോവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ചൂട്, അതായത് ഈ ആവി പറക്കണ ഈ ചോറിലേക്ക് ഈ ഒരു കറി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഗോഡ്, വായില് വെള്ളം വരും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പൊ ഈ കറി ചിലർക്കൊക്കെ അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ, അധികം ടൈം ഒന്നും, ഒരു മിനിമം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ആവശ്യമുള്ളൂ ഈ കറി വെക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക, കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് കറി, അല്ലെങ്കിൽ കുറെ ടൈം എടുത്ത് കറി വെക്കാനായിട്ട് എല്ലാവർക്കും കുറച്ചൊക്കെ മടി ഉണ്ടാവല്ലോ. അപ്പോൾ നമുക്ക് ടൈമൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ഇത് വലിയ കറിയൊന്നും അല്ല കേട്ടോ, നമ്മൾ കുറെ ചാറ് കറി അങ്ങനെ ഒന്നല്ല. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വേറെ ഒരു കറി, നമ്മൾ ഇപ്പൊ ചാറ് കറി ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് തൊടില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു ഫാനായി മാറും. ഇതിൽ ഞാൻ ഗ്യാരണ്ടി, ഞാൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്താ പറയുക കറിയാണിത്. ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും എനിക്ക് വേണ്ട, ചോറിങ്ങനെ കുറേ തിന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് വായിൽ വെള്ളം വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഉള്ളിക്കറി ഇപ്പോൾ പാൻ ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം. ഇത് ചോപ്പ് ചെയ്തിട്ടേക്കുന്നതാണ് സബോളയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട്. വെളുത്തുള്ളി കുറച്ച് മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേപ്പിലാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മൂക്കാൻ വേണ്ടി ഇതിൽ കോൽപ്പുളി എടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അത് വെള്ളത്തിൽ ഇട്ട് വെക്കാം. നമ്മുടെ സബോള നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടിച്ച മുളകില്ലേ, അതായത് മുളക്, ഉണക്കമുളക് കുത്തിപ്പൊടിച്ചതില്ലേ, അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനൊരു 3 ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കുറച്ച് എരിവിൽ ഉണ്ടാവുള്ളൂ. എരിവ് കുറച്ച് ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ മുളക് പൊടി മൂത്തതിൻ്റെ, പിന്നെ ആ സബോളയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കോൽപ്പുളിയിൽ അതിൻ്റെ വെള്ളം നല്ലോണം കൈവച്ച് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇനി അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ആ സബോളയിലൊക്കെ ആ പുളിയുടെ വെള്ളം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കറി റെഡി ആയേക്കാണ്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും ഈ കളറൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം വരില്ലേ, നല്ല ടേസ്റ്റാണ്. ഡെഫിനറ്റായി നിങ്ങൾ ട്രൈ. ലോക്ക്ഡൗൺ ആണ്, അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ എപ്പോഴും ഇരിക്കല്ലേ. അപ്പോൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കിപ്പോൾ ചിലർക്ക് കുക്കിംഗ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. അറിയാത്തവർക്ക് ഇത് ശരിക്കും ഒരു നല്ല ഈസി റെസിപ്പിയാണ് വീട്ടിലുണ്ടാക്കാനായിട്ട്. അതായത് അപ്പച്ചനും അമ്മച്ചിനൊക്കെ കാണിക്കാൻ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കാണിക്കാൻ പറ്റിയ ഒരു കിഡിലൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം, നല്ല മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഞാൻ പറയുന്നത് എത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു കിഡിലിൽ അല്ലെങ്കിൽ കിട്ടിക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ. തോന്നിയ